ഗൈസ്, വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ ഫിസിക്സിൽ നിന്നും ഒരു അടിപൊളി എക്സാം ആയിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 20 മാർക്കിനാണ് നമ്മൾ എക്സാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങൾ സ്വയം ആൻസർ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങളെ മാർക്ക് എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? അല്ലെ, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് അറിയാം അല്ലേ. നമ്മളെ മനസ്സിൽ ഒരുപാട് യൂണിറ്റുകൾ ചിലപ്പോൾ വരാം. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് അവരെ ഒന്നുമല്ല അല്ലേ. നമ്മൾ ആരെ എഴുതി കൊടുക്കേണ്ടത്? മീറ്റർ അല്ലേ. മീറ്റർ 2 രീതിയിൽ എഴുതിയാലും മാർക്ക് കിട്ടും. 2 രീതി എഴുതാം കേട്ടോ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് മാസ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് യൂണിറ്റുകൾ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലോട്ട് വരും അല്ലേ. ഗ്രാം, മില്ലിഗ്രാം അല്ലെ, അങ്ങനെ കുറേ യൂണിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കിലോഗ്രാമിനെ മാത്രമാണ്. കിലോഗ്രാം അല്ലെ. എന്താ സിമ്പിൾ? kg എന്നിട്ട് കൊടുത്താൽ മതി അല്ലേ. സിമ്പിൾ ആണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വൈദ്യുതിയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് നമുക്കറിയാം. ആംപെയർ ആണ് അല്ലേ. ആംപെയർ സെറ്റ് ആണല്ലോ. നെക്സ്റ്റ്, താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അത് കെൽവിൻ ആണ് അല്ലെ. കെൽവിൻ ആണ്. സെറ്റ് ആണല്ലോ. അപ്പം ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാ മാർക്കും കിട്ടിയിട്ടുണ്ടാകുന്നു അല്ലേ. ഫുൾ ശരിയായാൽ വി ഗോട്ട് 4 മാർക്ക്. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. എന്താണ്? ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്ത്? ആൻഡ് ഗിവ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്താണെന്നും കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? നമുക്ക് അറിയുന്ന കാര്യമല്ലേ അല്ലേ. ഒരു ഡിവൈസിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഉപകരണത്തിൽ നിന്നും അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ദ സ്മോളസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം എൻ ഇൻസ്ട്രുമെന്റ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. സിമ്പിൾ ആണ് അല്ലേ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? അപ്പം ഞാനിവിടെ ഒരു മീറ്റർ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അളന്നെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവായിരിക്കും മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മീറ്റർ സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും എനിക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് നോക്കിയോ അല്ലെ. എവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫസ്റ്റത്തെ അല്ലേ. ഇതല്ല എനിക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് അല്ലേ. 1 മില്ലിമീറ്റർ ആണ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും അല്ലേ. 1 മില്ലിമീറ്റർ. സെറ്റ് അല്ലേ. സിമ്പിളാണ് അല്ലേ. ഇനി ആർക്കും ഇതിലൊന്നും ഡൗട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൗട്ട് പാടില്ല അല്ലേ. ഇത്രയും വരെ എന്താണ്? ഇത്രയും വരെ 1 സെന്റിമീറ്റർ ആണ് അല്ലേ. ഇത്രയും വരെ 1 സെന്റിമീറ്റർ ആണ്. ഓരോ സെന്റിമീറ്ററിന് അടിയിൽ 10 കുഞ്ഞു വരകൾ ഉണ്ടാകും. ആ ഓരോ കുഞ്ഞു വരയും ഓരോ മില്ലിമീറ്ററുകളാണ്. അപ്പോൾ അതിന് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് known as the average distance from earth to sun? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ദി ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ അല്ലേ. സിമ്പിളാണെന്ന് നമുക്കറിയാം. ഇനി ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു തരികയാണ്. 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിലോഗ്രാമും ടണ്ണും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹൗ മെനി കിലോഗ്രാം ഇസ് 1 ടൺ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആനയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര മാസീവ് ആയിട്ടുള്ളതാണ് അല്ലേ. ആനയൊക്കെ അതായത് കുറേ ഉണ്ടാവും. നമ്മൾ തൂക്കി നോക്കുന്ന സമയത്ത് അല്ലേ 4000 കിലോ അല്ലെ 4500 കിലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോ 1000 കിലോഗ്രാമിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 ടണ്ണാക്കി മാറ്റും. ാണ്. അപ്പം 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടി. സെറ്റ് അല്ലേ. അപ്പൊ വളരെ സിമ്പിൾ ആണല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. മീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ, പ്രകാശവർഷം. ഏതാണ്? മീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ ആൻഡ് ലൈറ്റ് ഇയർ.
നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം, കുറഞ്ഞു വരുന്ന രീതിയിൽ എഴുതണം. കുറഞ്ഞു വരാൻ പറയുമ്പോൾ അപ്പോൾ ആദ്യം എഴുതുന്നത് വലിയ ആളെയാണ് അല്ലേ. നമുക്കറിയാം ഏറ്റവും വലിയ ആൾ ഇതിലാരാണ്? പ്രകാശവർഷമാണ് അല്ലേ, ലൈറ്റ് ഇയർ ആണ് ആദ്യം വരിക. അത് കഴിഞ്ഞാൽ പിന്നെ വലുതാരാണ്? കിലോമീറ്റർ ആണ്. പിന്നെ വലുതാരാണ്? മീറ്റർ ആണ്. പിന്നെ ആരാ വലുത്? മില്ലിമീറ്റർ ആണ് അല്ലേ. പിന്നെ ആരാ വലുത്? നാനോമീറ്റർ, ഏറ്റവും ചെറുതാണ് അല്ലേ, നാനോമീറ്റർ. സോ അങ്ങനെയാണ് നമ്മൾ ഓർഡറിൽ എഴുതുക. ഇതന്നെ എഴുതി കൊടുത്താൽ മതി അല്ലേ. ലൈറ്റ് ഇയർ, പിന്നെ ആരാടാ? കിലോമീറ്റർ, പിന്നെയോ മീറ്റർ, പിന്നെ ആരാ? മില്ലിമീറ്റർ, ദെൻ നമ്മുടെ നാനോമീറ്റർ. ഈ ഓർഡറിലാണ് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യൂണിറ്റുകൾ എഴുതുമ്പോൾ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക, കാരണവും എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിയോ മക്കളെ. ഫസ്റ്റ് എന്താണ്? സ്മോൾ ലെറ്റർ എമ്മും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എമ്മും തന്നിട്ടുണ്ട്. നമുക്കറിയാം സിമ്പിൾസ് അല്ലെങ്കിൽ പ്രതീകങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ സ്മോൾ ലെറ്റർ വേണം ഉപയോഗിക്കാൻ. സോ ഇവിടെ സ്മോൾ ലെറ്റർ ആണ് ശരിയായത്. സോ എം ആണ് അല്ലേ, സ്മോൾ ലെറ്റർ എം ആണ് ശരിയായത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ന്യൂട്ടൺ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കാറില്ല, ആംപെയർ ഒക്കെ നമ്മൾ ക്യാപിറ്റലേ കൊടുക്കാറുണ്ടല്ലോ എന്നല്ലേ. സയൻറ്റിസ്റ്റിൻ്റെ പേര് വരുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, മീറ്റർ ഒന്നും സയൻറ്റിസ്റ്റിൻ്റെ പേരല്ലല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ എഴുതേണ്ട ഒരാവശ്യമില്ല. സോ സ്മോൾ ലെറ്റർ എം ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് ന്യൂട്ടൺ മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ന്യൂട്ടൺ മീറ്റർ അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്തതാണെങ്കിലോ ന്യൂട്ടൺ മീറ്റർ ഒരു സമാധാനത്തിൽ സ്പേസ് ഒക്കെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഒന്ന് നോക്കണം മക്കളെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്? യൂണിറ്റുകൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടേ, എല്ലാതും കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. സെറ്റല്ലേ, വളരെ സിമ്പിളാണ് അല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻസിനൊക്കെ 2 മാർക്ക് വീതമാണ് കേട്ടോ, 2 മാർക്ക് വീതമാണ്. അപ്പം നിങ്ങൾ പറയണം എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ കാണാം, അതിൽ 4 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 2 മാർക്ക് വീതമാണെന്ന് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പറയണം കേട്ടോ, അതിന് വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, ഓരോന്നിനും 4 മാർക്ക് വീതം. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിയോ. അടിസ്ഥാന അളവുകൾ ഏതെല്ലാം? ഹൗ മെനി ക്വാണ്ടിറ്റീസ് ആർ കൺസിഡർഡ് ആസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? എത്രണ്ണ നമുക്കറിയാം? 7 എണ്ണമാണ് ഉള്ളത് അല്ലേ. അപ്പം ഓരോന്നിൻ്റെ പേരും എഴുതണം, അതിൻ്റെ യൂണിറ്റും എഴുതണം. ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എഴുതി പഠിക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മിനിമം ഇതെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ്, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലേ, നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, അതിൻ്റെ യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോകരുത്. ആംപിയർ, താപനില, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോള്, കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. പ്രകാശ തീവ്രത, ലൂമിനസ് ഇൻറ്റൻസിറ്റിന്റെ യൂണിറ്റ് കാൻഡല, എന്നാണ് കാൻഡല. CD എന്നാണ് നമ്മൾ കൊടുക്കാറ് കേട്ടോ, സ്മോൾ ലെറ്റർ CD. സെറ്റ് ആണല്ലോ, നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിക്കണം. ഓക്കെ, സെറ്റ്. ഇനി ഇതും കൂടിയുള്ളൂ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, നോക്കിക്കോ. താഴെ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ SI യൂണിറ്റുകളിലോട്ട് മാറ്റണം. അപ്പം നമുക്ക് ആദ്യം ആരാ തന്നിട്ടുള്ളത്? ആദ്യം 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? യെസ്, മിനിറ്റ് എന്ന് പറയുമ്പോൾ സമയത്തെയാണ് അല്ലേ. അപ്പോൾ ടൈമിൻ്റെ SI യൂണിറ്റ് ആരാന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ടൈം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഓടി വരും. എന്തൊക്കെ വരിക? ഹവർ ആവാം, സെക്കൻഡ് ആവാം, മിനിറ്റ് ഒക്കെ ആവാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി വിട്ട നമ്മളെ സെക്കൻഡാണ് ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 മിനിറ്റിന് എന്താക്കി മാറ്റണം? സെക്കൻഡിലോട്ടാക്കി മാറ്റണം. സിമ്പിളാണ്, നമുക്കറിയാം അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്, നമുക്ക് ഓൾറെഡി അറിയാം. സോ 1 × 60 എത്രയാണ്? 60 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതി കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് 500 മില്ലിമീറ്റർ. ഈ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റാ? യെസ്, അത് ലെങ്ത്തിൻ്റെ അല്ലേ. അപ്പോൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റിലോട്ടാണ് നമ്മളോട് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്? നമുക്കറിയാം, അത് മീറ്റർ ആണ്. അപ്പോൾ എങ്ങനെയാണ് മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുക? 500 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 0 കട്ട് ചെയ്ത് പോകും. ദെൻ 5/10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 5/10 എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ ആണ്. സെറ്റാണ് അല്ലേ, സിമ്പിളാണ് അല്ലേ, സിമ്പിളാണ്. നെക്സ്റ്റ് 2 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. കിലോമീറ്റർ, യെസ്, ആരുടെ യൂണിറ്റാ? യെസ്, അത് ലെങ്ത്തിനെ തന്നെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പം ലെങ്ത്തിൻ്റെ അടിസ്ഥാന അളവുകളിലായിട്ട് മാറ്റണം.
എങ്ങോട്ടാ മാറ്റുന്നത്? മീറ്ററിനാക്കി മാറ്റണം. കിലോമീറ്ററിനെ എങ്ങനെയാ മീറ്ററാക്കി മാറ്റുക? സിമ്പിളാണടാ. എങ്ങനെയാണ് അത് ചെയ്യുക? എങ്ങനെയാണ്? 2 × 1000 ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് 2000 മീറ്റർ. എത്രയാണ്? 2000 മീറ്റർ. സിമ്പിളാണ് അല്ലേ? നെക്സ്റ്റ് 250 സെൻറ്റിമീറ്റർ, 250 സെൻറ്റിമീറ്റർ അല്ലേ? 250 സെൻറ്റിമീറ്റർ എങ്ങനെ മീറ്ററിലോട്ട് മാറ്റും? സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? 250 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടുക? 2.5 മീറ്റർ എന്ന് കിട്ടും. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? മീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറയാം. 100 സെൻറ്റിമീറ്റർ അല്ലേ? 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മീറ്ററും സെൻറ്റിമീറ്ററിനുള്ളൊരു ബന്ധം 100ൻ്റെ ബന്ധമാണ് അല്ലേ? അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് നമ്മളോട് മാറ്റാൻ പറഞ്ഞാൽ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് അല്ലേ, ചെറുതിനെ വലുതിലോട്ടാണ് മാറ്റുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. ചെറുതിനെ വലുതിലോട്ടാണെങ്കിൽ എപ്പോഴും ഡിവിഷൻ ആയിരിക്കും. അതുപോലെ മീറ്ററിനെ തിരിച്ച് സെൻറ്റിമീറ്ററിലോട്ടാണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ എപ്പോൾ അത് ഇൻറ്റു ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഈ ഒരു ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഇവിടെ കേസിൽ മാത്രമാണ് 100ൻ്റെ ബന്ധം ഉള്ളത് അല്ലേ? നമ്മളുടെ മിനിറ്റും സെക്കൻഡും തമ്മിൽ 60നെ കൊണ്ടാണ് അല്ലേ? അപ്പോൾ ചെറുതിനെ വലുതിലോട്ടാവുമ്പോൾ ഡിവിഷൻ ആണ്, വലുതിനെ ചെറുതിലോട്ടാകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സെറ്റാണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ഹോംവർക്കും കൂടെ നിങ്ങൾക്ക് തരികയാണ്. ആദ്യത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്നോട് പറയണം. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, യൂണിറ്റ് ഓഫ് കേട്ടോ, SI യൂണിറ്റ് ആണ്. ആരുടെ എഴുതണമെന്നറിയോ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എഴുതണേ. അതായത് പദാർത്ഥത്തിൻ്റെ അളവ്. ഇതിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ് എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന്. 7 പേര് നമ്മൾ പഠിക്കുന്നില്ലേ? അല്ലെങ്കിൽ 7 പേരിലുള്ള ഒരാളാണ് നമ്മുടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.